ഹലോ ഹായ്. ഉയിർ റോഷൻ മാത്യു നായകനായി വലിയൊരു ഇടവേളയ്ക്ക് ശേഷം എം മലയാളത്തിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായ ഉയിറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. റൈറ്റേഴ്സ് 2 പേരാണ്. അതിൽ ഒരാളുടെ പേര് കണ്ടപ്പോൾ ഞാൻ വണ്ടറടിച്ചു പോയി. കാരണം അദ്ദേഹം സിംഗർ കൂടിയാണ്. പണ്ട് സൂര്യ ടിവിയിൽ കണ്ടിട്ടുള്ള ഒരു മുഖം കൂടിയാണ് നിഖിൽ കെ മേനോൻ. സൂര്യ ടിവിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ സിനിമയുടെ റൈറ്ററായിട്ട് വന്നപ്പോൾ വണ്ടറടിച്ചു പോയി. കാരണം റൈറ്റിംഗ് മേഖലയിൽ കൂടി അദ്ദേഹം കൈവെക്കുന്നു എന്നുള്ളത്. പിന്നെ മറ്റൊരു റൈറ്റർ ഷാജി മാറാട്. നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയുടെ റൈറ്ററും കൂടിയാണ് അദ്ദേഹം. ക്യാമറ ചെയ്തിരിക്കുന്നത് അജയ് ദേവ് കാച്ചാപ്പള്ളി, എഡിറ്റ് ചെയ്തിരിക്കുന്നത് രഞ്ജൻ എബ്രഹാം. ഒരുപാട് കാശുണ്ട് കേട്ടോ. റോഷൻ മാത്യു നായകനായിട്ട് വരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബൈജു, ശ്രുതി മേനോൻ, പിന്നെ രാക്ഷസൻ സിനിമയിൽ അത് എടുത്തു പറയേണ്ട. രാക്ഷസൻ സിനിമയിൽ എനിക്ക് പുള്ളിനെ കാണുമ്പോൾ രാക്ഷസൻ സിനിമയാണ് ഓർമ്മ വരുന്നത്. രാക്ഷസൻ സിനിമയിൽ ആ ഒരു അധ്യാപകനായിട്ട് വരുന്ന വിനോദ് സാഗർ കലക്കനായിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് തട്ടിലൊരു ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ അതുല്യ ചന്ദ്ര, പിന്നെ ഷാഹു ചേട്ടൻ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. ഇവരിൽ കുറേ പേരൊക്കെ പോലീസ്, ഞാൻ പറഞ്ഞില്ല ആദ്യം ഇൻവെസ്റ്റിഗേഷൻ പടമാണെന്ന് പറഞ്ഞില്ലേ. റോഷൻ മാത്യു, ബൈജു, ഷാജു, പിന്നെ വിനീത് തട്ടിലൊക്കെ പോലീസ് ഓഫീസേഴ്സായിട്ട് വരുന്ന പുതിയൊരു എസ് ഐ ആയിട്ട് വരുന്ന ഒരാളാണ്. സ്റ്റേഷനിലേക്ക് വരുന്ന ഒരാളാണ് നമ്മുടെ റോഷൻ മാത്യു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഇത് പല സ്ഥലത്തും ഞാൻ കണ്ടത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ഗണത്തിലാണ് ഞാൻ പല സ്ഥലത്തും വായിച്ചത്. പക്ഷേ എനിക്ക് തോന്നിയത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല. ത്രില്ലറായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായിട്ട് കൂട്ടാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. കാരണം ഈ സിനിമ ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ്. അത് അവസാനം ക്ലൈമാക്സ് സിനിമ കഴിയുമ്പോൾ അവരൊരു ഫോട്ടോ സ്ക്രീനിൽ കാണിച്ചിട്ട് അവരത് പറയുന്നുണ്ട്. ഇത് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അപ്പോൾ അവരിതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ത്രെഡ്, ആ ത്രെഡിനോട് നീതി പുലർത്തിയിട്ട് ഫീലിങ്സ്, ഇമോഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ സിനിമ അവർ ഒരുക്കിയതുള്ളത്. സ്ക്രിപ്റ്റ് അങ്ങനെയാണ് പോകുന്നത്. അത് ക്ലൈമാക്സിൽ ഏറെക്കുറെ നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് നമുക്ക് തിയേറ്ററിൽ കണ്ട് പോരാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, തരക്കേടില്ലാതെ കണ്ടിരിക്കാം. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇല്ലാന്നല്ല. പക്ഷേ നമുക്ക് ബോറടിക്കാതെ, ലാഗില്ലാതെ അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ സ്ഥിരം ടെംപ്ലേറ്റ് ആണ് ട്ടോ. നമ്മൾ മലയാളത്തിൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ, പോലീസ് സിനിമകളിൽ വരുന്ന ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഈ സിനിമയും ഉയിർ എന്ന് പറയുന്ന സിനിമയും. പക്ഷേ ആ സ്ഥിരം ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് സിനിമയ്ക്ക് കാര്യമായ നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നെഗറ്റീവ് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കൊച്ചു സിനിമ, ഒരു ചെറിയൊരു സിനിമ അവരെ കൊണ്ടാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അവർ ആ ഒരു പരിപാടി അവർ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇമോഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അവസാനത്തെ ഒരു ഒരു പ്രധാന ത്രെഡ് എന്ന് പറയുന്നത് ക്ലൈമാക്സിലെ ആ ഒരു ഇമോഷണൽ സീനാണ്. അത് അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആ ഒരു ക്ലൈമാക്സിൽ ആ ഇമോഷൻ പരിപാടി വർക്കായില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമ കുറേയും കൂടി ബാക്കിലോട്ട് പോയേനെ. ഇത് കുറച്ചും കൂടി നന്നായിട്ട് ആ ഇമോഷൻ വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റോഷൻ മാത്യു കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ബൈജും ജഗദീഷ് ചേട്ടനൊക്കെ ഇപ്പോൾ വേറൊരു ട്രാക്ക് പിടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കലക്കൻ ക്യാരക്ടറാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ബൈജു അസാധ്യ പെർഫോമറാണ് പുള്ളി. ഇതിലും എനിക്ക് തോന്നുന്നു കൂടുതൽ സ്പേസ് റോഷൻ മാത്യുവിൻ്റെ കൂടെ തന്നെ കൂടുതൽ സ്പേസ് കിട്ടുന്ന സഹ പോലീസുകാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാക്ഷസല്ല മറ്റേ വിനോദ് സാഗർ, പുള്ളി കലക്കം പെർഫോമറാണ്. പുള്ളി കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കരയുന്ന സമയത്താണെങ്കിലും, പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു മിസ്റ്ററി സാധനങ്ങളൊക്കെ കാണിക്കുന്ന സമയത്താണെങ്കിലും, പുള്ളിയുടെ കണ്ണിൽ വരുന്ന പരിപാടിയൊക്കെ പുള്ളിയുടെ ഇടയിലെടുത്ത്. പിന്നെ എന്നെ ഞെട്ടിച്ചത് ശ്രുതി മേനോനാണ്. ശ്രുതി മേനോൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിനോദ് സാഗറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടറാണ്. അവരടിപൊളിയായിട്ട്, ഒരു നാടോടി സ്ത്രീയായിട്ട് അവരടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കുട്ടി, നമ്മളിപ്പോൾ ബാലൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഏതാണ്ട് അതുപോലെയുള്ള ഒരു പെർഫോമൻസ് എന്ന് വെച്ചാൽ അത്രയും വലിയ ലെങ്ത്തിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ എന്നാലും ചില സമയത്ത് ഈ 2 കുട്ടികളുണ്ടല്ലോ, ഇതിൽ പ്രധാനപ്പെട്ട 2 കുട്ടികളുണ്ട് ഈ ശ്രുതി മേനോൻ്റെ മക്കളായിട്ട് വരുന്ന. അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥയിലൂടെ അവരിങ്ങനെ
ക്യാമറയിലിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ എന്താ പറയുക, വിനീത് തട്ടിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സഹ പോലീസുകാരനായിട്ടുള്ള റോഷൻ മാത്യുവിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഷാജു ഒരു എന്താ പറയുക കോൺസ്റ്റബിളിൻ്റെ വേഷത്തിൽ വരുന്നു. പിന്നെ ഉള്ളത് അതുല്യ ചന്ദ്ര, നമ്മുടെ റോഷൻ മാത്യുവിൻ്റെ വൈഫായിട്ട് വരുന്ന അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി പരിപാടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം റോഷൻ മാത്യുവും അതുല്യയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി പരിപാടി. അങ്ങനെ പെർഫോമൻസ് വൈസ് പെർഫോമൻസ് വൈസ് ആരും അങ്ങനെ മോശമൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ഡയലോഗ്സ് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടേക്കോ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ഡയലോഗ്സിൽ വരുന്നു. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു പാട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ആ പാട്ടാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ, തെലുങ്കിലെ കന്നഡയിലൊക്കെ പാട്ടുകൾ, സിനിമയിലെ പാട്ടുകൾ നമ്മൾ മലയാളത്തിലാക്കുമ്പോൾ ഉള്ളൊരു നമുക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ കൈരളിയിലൊക്കെ വരുന്ന പോലത്തെ അങ്ങനെയുള്ളൊരു പാട്ട് പോലെ എനിക്ക് തോന്നി ഈ പടത്തിൽ. അതെന്താണ് അങ്ങനെ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മണികണ്ഠൻ അയ്യപ്പയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടായിരുന്നു. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി നിർത്തിക്കൊണ്ട് തന്നെ അതിന് നീതി പുലർത്തുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പെർഫോമൻസ് വൈസും അടിപൊളിയാണ്. അതുപോലെ തന്നെ ക്യാമറ എഡിറ്റിങ് പലപ്പോഴും ആ കളർ ടോണൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജന അബ്രഹാമാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാമറയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ ആ ഒരു മിസ്റ്ററി ഉൾക്കൊണ്ടുകൊണ്ട് ടെക്നിക്കൽ പരിപാടികളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡയലോഗ്സ് കുറച്ച് നാടകീയമായി പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഡെപ്ത് ഇല്ല ഡയലോഗ്സിനൊക്കെ. നമുക്ക് എന്തോ പോലെ തോന്നുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഫസ്റ്റ് ഹാഫിലാണ് പ്രത്യേകിച്ച്. റോഷൻ മാത്യുവിൻ്റെ ക്യാരക്ടറിൽ അങ്ങനെയല്ല, മറ്റ് ആക്ടേഴ്സിൻ്റെ അല്ല ഈ കഥാപാത്രങ്ങളുടെ ഡയലോഗ്സ് വരുമ്പോഴാണ് ഈ കൂടുതൽ അതിനാടകീയത ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു കല്ലുകടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി അത് ഒക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഒരു ഒരു ഫീൽ ഗുഡ്, ഒരു ഇമോഷണൽ പരിപാടി സാധനം കൊണ്ടുവരാനായിട്ട് ആ ഇമോഷൻ നന്നായിട്ട് തന്നെ വർക്കും ആയിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയാൻ, ഇതൊരു കൊച്ചു സിനിമയാണ്. അവരെ കൊണ്ടാവുന്ന രീതിയിൽ എന്താ പറയുക, തരക്കേടില്ലാതെ അവർ ചെയ്തിട്ടുണ്ട്. വൺ ടൈം വാച്ചബിളായിട്ട് ബോറടിക്കാതെ കണ്ട് തീർക്കാവുന്ന വൺ ടൈം വാച്ചബിളായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവസാനത്തേക്ക് മാറ്റിവെച്ച കാര്യമാണ്. വേറൊന്നുമല്ല, ഈ സിനിമയിലെ പ്രധാന ത്രെഡ് എന്ന് പറയുന്നത് സ്പോയിലർ ഒന്നുമല്ല. കാരണം സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് ഒരു കല്ലുകടിയൊന്നും തോന്നുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഇന്ത്യയിൽ ഒരു വർഷം മിസ്സിങ് ആവുന്ന, കാണാതാവുന്ന കുട്ടികളുടെ എണ്ണം വളരെ വലുതാണ്. ആ ഒരു ത്രെഡ് മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഇതിൻ്റെ സ്റ്റോറി തയ്യാറാക്കിയിട്ടുള്ളത്. അതിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ഇഴുകിച്ചേരലൊക്കെ അത് തരക്കേടില്ലാതെ തന്നെ വന്നിട്ടുണ്ട്. സ്ഥിരം ടെംപ്ലേറ്റ് ആണെന്ന് ഞാൻ പറയുമ്പോൾ പോലും അതൊരു തരക്കേടില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.